Let's learn. Today we are going to see grammar translation method. Grammar translation method is also known as classical method. It was actually used to teach Latin and Greek during the 18th century and the beginning of 19th century. It is also it came to be known as, or it became famous in 19th century ആസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പം ഈ ഒരു ഇതിനെക്കുറിച്ച് പഠിക്കും, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടത് ക്ലാസിക്കൽ മെത്തേഡ് എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. പഠിപ്പിക്കാൻ യൂസ് ചെയ്യുന്നത് ലാറ്റിനും ഗ്രീക്കും പഠിപ്പിക്കാനാണ് ആക്ച്വലി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിരുന്നത് ശരിക്ക്. പിന്നീട് ലേറ്റർ ഓൺ ദേ applied, the theorists or the educationalists applied this grammar translation method into all other language learning process. അത്രയേ ഉള്ളൂ, അങ്ങനെയാണത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഇറ്റ് ഫോക്കസ്ഡ് ഓൺ grammatical rules, memorization of vocabulary, translation of text by doing written exercises, gaining reading proficiency, and then of course deductive method, that is grammar rules to examples. ഇങ്ങനെയുള്ളൊരു രീതിയിലാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് നടന്നിരുന്നത്. ആദ്യം ഈ ഗ്രാമാറ്റിക്കൽ റൂൾസൊക്കെ പറഞ്ഞ് കുറേ വൊക്കാബുലറി കാണാപ്പാഠം പഠിച്ച് എന്നിട്ട് നമ്മൾ കുറേ ടെക്സ്റ്റുകൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ വായിച്ച് നമ്മൾ എല്ലാം മനസ്സിലാക്കി എടുത്ത് ഡിഡക്റ്റീവ് മെത്തേഡിലൂടെ ഗ്രാമറൊക്കെ നമ്മൾ എന്താണ് നൗണ് പ്രൊനൗണ് അങ്ങനെയുള്ള സെറ്റിങ്സൊക്കെ വെച്ച് വേർഡ് ഓർഡറൊക്കെ വെച്ച് ഇവിടെ ഇന്നതുപോലെ വരും, പാസ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഒക്കെ പഠിച്ച് അങ്ങനെ പോകുന്ന ഒരു രീതിയാണ് ദാറ്റ് ഈസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഓക്കെ, ആ ഒരു അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രക്ഷൻസ് ഓർ ദ ക്ലാസ്സസ് വർ basically given in mother tongue. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ടീച്ചർ സെൻറ്റേഡ് ആയിട്ടാണ്, ടീച്ചറാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, ടീച്ചർ പറയും അത് കുട്ടികൾ പഠിക്കും. ഓക്കെ, സോ there is nothing wrong with this particular method, but when the aim or the objective of a class or a subject is to master a particular language or to achieve fluency in that particular language, ആ സമയങ്ങളിൽ ഇങ്ങനെയുള്ള മെത്തേഡ് അത്ര വർക്ക് ചെയ്യില്ല. ബിക്കോസ് ടീച്ചേഴ്സ് സെൻറ്റേർഡ് ആകുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് അതുകൊണ്ട് പിന്നെ അവരത് പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ, ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുന്നല്ലേ. ഓക്കെ, സോ ദിസ് ഈസ് ടീച്ചർ സെൻറ്റേർഡ്. ദെൻ ദർ ക്ലാസ്സസ് വർ ടോട്ട് ഇൻ മദർ ടങ് ഓർ L1. ദെൻ all the vocabulary, there is a huge collection of vocabulary, common vocabulary is taught in isolation, and then there is an elaborate explanation of the rules of grammar, and then this grammar is used to put all these words together. There is no importance to the context of the text or the meaning or the background of the text. Okay, now it focuses on building skills like reading and writing. Okay, and here there is no importance to fluency എന്ന് പറയുന്ന കാര്യം അവിടെ വരുന്നില്ലല്ലോ, കാരണം അവിടെ ആരും ഫ്ലുവൻ്റ് ആവാൻ യൂസ് ചെയ്യുന്നില്ലല്ലോ, ലാംഗ്വേജ് യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്യുറസി. ഓക്കെ, നൗ the only drills are exercises in translating disconnected sentence. ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ വരിക, അത് മലയാളത്തിലേക്കാക്കാം, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാക്കാം, അങ്ങനെയൊക്കെ രീതിയിലുള്ള ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മെത്തേഡിൽ നടക്കുന്നത്. സോ ദർ ഇസ് നോ ഇമ്പോർട്ടൻസ് ടു കമ്മ്യൂണിക്കേറ്റ് with the speakers of the target language. This target language means the language we wanted to master in. അപ്പോൾ എന്താണ്, മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ലാംഗ്വേജിൽ അതിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, മീൻസ് നമ്മൾ റൈറ്റ് റീഡിങ് ദാറ്റ്സ് ഇനഫ്. നൗ ദർ ഇസ് നോ ഇമ്പോർട്ടൻസ് ടു പ്രൊനൗൺസിയേഷൻ ആൻഡ് ദർ ഇസ് നോ ഇമ്പോർട്ടൻസ് ടു ഡെവലപ്പ് ദ കമ്മ്യൂണിക്കേറ്റീവ് എബിലിറ്റി ഓഫ് എ സ്റ്റുഡൻറ്റ്. കമ്മ്യൂണിക്കേറ്റീവ് എബിലിറ്റി ഒന്നും ഉദ്ദേശിക്കുന്നില്ല, മീൻസ് അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ലാംഗ്വേജ് പഠിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ രീതിയിലാണ് പഠിക്കുക അല്ലേ. ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, the focus is to develop fluency to communicate in that particular language. That is the ultimate aim. അതിപ്പോൾ റിട്ടേൺ ആയിക്കോട്ടെ, സ്പോക്കൺ ആയിക്കോട്ടെ, സ്പോക്കൺ നമ്മൾ ഫ്ലുവൻസിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു ലാംഗ്വേജ് പഠിച്ചു എന്ന് പറയണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്പീക്കിംഗ് ആണ്.
അപ്പോൾ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു നോളേജ് ബേസ്ഡ് ആയി മാറും. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ആർ ഫോക്കസിങ് ഓൺ എ നോളേജ് ബേസ്ഡ് ക്ലാസ്, ഇറ്റ്സ് ഓക്കെ ദറ്റ് വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ മദർ ടങ്. കുഴപ്പമില്ല. കാരണം എന്താണ്, അവിടെ നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് അല്ലല്ലോ നമ്മുടെ എയിമും ഒബ്ജക്റ്റീവും ഒക്കെ വരുന്നത്. അവിടെ നമ്മൾ ഈ വിവരങ്ങൾ ഫാക്ട്സ് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ ഒരു ലാംഗ്വേജ് ക്ലാസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്ലാസ്സിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഫെയിലിയർ ആവുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് എയിം ആയിട്ടുള്ള ലാംഗ്വേജ് ഫ്ലുവൻസി ഇസ് നോട്ട് കൺസേൺഡ് അറ്റ് ഓൾ. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നെഗ്ലെക്റ്റഡ്. ഓക്കെ, so that is a problem. Then the exercises that are given in the classes are translation of a literary passage, reading comprehension questions, memorization of rules, fill in the blanks. ഇതുപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൊടുക്കുക. എന്നിട്ട് കുട്ടികൾ അതിൽ നിന്ന് എടുത്ത് എഴുതുക ചെയ്യും. Then the merits എന്തൊക്കെയാണ്? The tests of grammar, rules and translation are easy to construct and can be objectively scored. That is one of the attraction. ടീച്ചേഴ്സ് സെൻറ്റേർഡ് ആണല്ലോ, അപ്പോൾ ടീച്ചേഴ്സ് ടെസ്റ്റുകൾ ഉണ്ടാക്കാനും മറ്റുമൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻഡ് ദെൻ ദറ്റ് ഈസ് റിക്വസ്റ്റ് ഫ്യൂ സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ഓൺ ദ പാർട്ട് ഓഫ് ടീച്ചേഴ്സിന് വലിയൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽസ് ഒന്നുമില്ല. കാരണം നമുക്കത് അവിടെ ചെല്ലാം, ക്ലാസ്സിൽ ചെല്ലാം, വി ക്യാൻ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ്, വി ക്യാൻ ജസ്റ്റ് ഗിവ് ഇൻസ്ട്രക്ഷൻസ് ടു അവർ സ്റ്റുഡൻസ്, ദാറ്റ്സ് ഇറ്റ്. മാത്രമല്ല അവരെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കലാണല്ലോ ഇതിലൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ തിങ് ഈസ് ദാറ്റ് ഈസ് ദ മൊമെൻറ്റ് വെൻ എ ടീച്ചർ ഫേസ് ചാലഞ്ച് ഇൻ ഹർ ഓർ ഹിസ് ക്ലാസ്, അല്ലേ? ഫേസസ് ചാലഞ്ച് ഇൻ ദ ക്ലാസ്സസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ആ ഒരു സമയങ്ങളിൽ ടീച്ചേഴ്സിന് ഇതൊരു പ്രശ്നമേ അല്ലാതെ വരുന്നതിൻ്റെ കാരണം ഇറ്റ് ഡസൻറ്റ് ഗിവ് ഇമ്പോർട്ടൻസ് ടു activities, student-centered activities. Okay, now sometimes it is successful in leading a student towards a reading knowledge of the second language. Reading knowledge develop ചെയ്യാൻ ചില സമയങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Through the study of the grammar of the target language, student would become more familiar with grammar of their native language. വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഗ്രാമർ, ടാർഗറ്റ് ലാംഗ്വേജിൽ ഗ്രാമർ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് they may develop a familiarity with the grammar of their native language. അവരുടെ നേറ്റീവ് ലാംഗ്വേജിലെ ഗ്രാമറിനെ കുറിച്ച് ധാരണ കിട്ടുന്നതാണ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ആപ്ലിക്കബിൾ ഓർ ഇറ്റ്സ് പ്രാക്ടിക്കൽ ഓർ വാട്ട് എവർ. അത് എത്രമാത്രം ആവുമെന്ന് അറിയില്ല, എന്നാലും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു ഗ്രോ ഇൻ്റലക്ച്വലി. ഇൻ്റലക്ച്വൽ ഗ്രോത്ത് കുഡ് ബി ഹാപ്പൻ. നോളേജ് ബേസ്ഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മെറിറ്റായിട്ട് അതിനെ കാണുന്നുണ്ട്. ഡിമെറിറ്റ് ഈസ് ബിക്കോസ് there is no theory, psychological or educational theory, a practical an application without any psychological or educational theories in classrooms is something that shouldn't be we shouldn't actually should promote it. കാരണം എന്താണ്, ഏതൊരു കാര്യത്തിനും ഒരു തിയറി ഒരു ക്ലാസ്സിൽ പോയിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ലേണിംഗ് ബൈ ഡൂയിങ്ങോ അതല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ ഒരു മെത്തേഡ് മീൻസ് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു തിയറിറ്റിക്കൽ ബേസിസ് വേണം. തിയറിറ്റിക്കൽ ബേസിസ് ഇല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് വിചാരിച്ച രീതിയിൽ മീൻസ് അതൊരു വേസ്റ്റ് ഓഫ് ടൈം ഓഫ് എനർജി അത്രേ ആവുള്ളൂ. അതിൽ നമുക്കൊരു സൈക്കോളജിക്കൽ എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു തിയറി ബേസിസ് എല്ലാ കാര്യത്തിലും വേണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് വിൽ നോട്ട് ബി ദാറ്റ് successful or fruitful. Okay, now there is no importance to speech development. It is completely neglected, and the language is seen as a collection of isolated words and phrases. Now it helps, it affects pupils motivation, and it ends in frustration, boredom and indiscipline. കുട്ടികൾക്ക് ഇതൊരു ബോറിംഗ് പരിപാടിയായിട്ട് മാത്രമേ തോന്നുള്ളൂ, അല്ലാതെ അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നും ഇതിൽ തോന്നില്ല. കാരണം അവരുടെ ഭാഗത്തുനിന്നൊന്നും ചെയ്യാനില്ല. മീൻസ് അവർ ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മീൻസ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ റീഡിങ് കോംപ്രിഹെൻഷൻ, മെമ്മറൈസേഷൻ ഓഫ് റൂൾസ് ഒക്കെയാണ്. അപ്പോൾ അതൊന്നും അവർ ശരിക്കും ഇറ്റ് ഈസ് നോട്ട് സംതിങ് ചാലഞ്ചിങ് ഓർ ഇൻട്രസ്റ്റിംഗ് ഫോർ ദ സ്റ്റുഡൻസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ demerits. Okay, now there are a few questions related to grammar translation method. Okay, now we can go to the questions. Classical method is also known as grammar translation method. The GTM എന്ന് പറഞ്ഞാൽ grammar translation method. Okay, is originally
are used to teach dash and dash. Latin and Greek, okay. Okay. Then grammar translation method is a dash centered method. The skill neglected in GTM is grammar translation method is skill fluency speaking. Okay. സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നമ്മുടെ മറ്റ് 4 സ്കില്ലുകൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. ദാറ്റ് ഈസ് ഇങ്ങനെയാണ്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ സ്കിൽ നെഗ്ലക്റ്റഡ് ഇൻ GTM എന്ന് പറയുമ്പോൾ ഈസ് സ്പീക്കിംഗ് എന്ന് പറയണം. ഓക്കെ. നമ്മൾ ഫ്ലുവൻസി ഒരു സ്കില്ലായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു പറയുന്ന ഒരു സെറ്റിങ്സിൽ നമ്മൾ നോക്കണമല്ലോ. മീൻസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് ടീച്ചിങ് എ പെർട്ടിക്കുലർ ലേണിംഗ് ഓർ അക്വസിഷൻ ഓഫ് എ പെർട്ടിക്കുലർ ലാംഗ്വേജ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ സ്കിൽ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലാണ് അതിനെ കാണുന്നത്. ഓക്കെ. നൗ GMT ഫോളോസ് ഡാഷ് പാറ്റേൺ ഇൻ ടീച്ചിങ് ഗ്രാമർ. ഏത് പാറ്റേണാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഇവിടെ തിരും GMT ആയിട്ടുണ്ട്, GTM. ഓക്കെ. നൗ then this GTM. Okay. Now GTM focuses on dash than dash. Okay. Accuracy than fluency. Okay. The language of instruction in GTM ആണ്, GMT അല്ല. KMT and GMT എന്ന് കൊടുത്തിട്ടുണ്ട്. That is language of instruction is GTM. Okay. Mother tongue. That's enough.